എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇഷ്ട കളിസ്ഥലമായിട്ടുള്ള നമ്മളുടെ പ്ലേ ഗ്രൗണ്ട് ആയിട്ടുള്ള ലിറ്ററേച്ചറിലേക്ക്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ അടുത്തൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഇത് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്, കാരണം എനിക്കും കൂടി ഇഷ്ടമുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കും തരിക. നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ചിത്രം തരും. അത് ചിലപ്പോൾ ഒരു ഓതറിന്റെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു വർക്കിന്റെ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ എളുപ്പത്തിൽ കാര്യങ്ങൾ ഗസ് ചെയ്യാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും, കൂടെ എന്തെങ്കിലും ഇപ്പോൾ ഒരു വർക്കിന്റെ കൂടെ തന്നിരിക്കുകയാണെങ്കിൽ കണക്ട് ചെയ്ത് റെഫറൻസ് എടുത്ത് പോകാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക, ക്വസ്റ്റ്യൻ ആൻസർ MCQ സെഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് തോന്നി, നിങ്ങൾക്ക് ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. പല ഓതേഴ്സിന്റെയും പല വർക്കുകളുടെയും പേര് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇവരെയൊന്നും നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കില്ല. അതും കൂടെ കാണിച്ചു തരണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പൊ എന്ത് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരാളെ കുറിച്ചാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യം. ഇത് ആരാന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഹു വാസ് ദ ലീഡർ ഓഫ് ദ പ്രീ റാഫലൈറ്റ് ഗ്രൂപ്പ്? പ്രീ റാഫലൈറ്റ് ഗ്രൂപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അവരുടെ ലീഡർ ആരായിരുന്നു? 19-ല് മാത്രമല്ല, 20-ാം നൂറ്റാണ്ടിലും കൂടെ കടന്നിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സിന്റെ ഒരു ഗ്രൂപ്പായിരുന്നു ഇത്. അപ്പോ ഇതിന്റെ ലീഡർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോ ഇദ്ദേഹമാണ് ലീഡർ. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? 4 ഓപ്ഷൻ തരാം. DJ റോസറ്റി ആണോ, ക്രിസ്റ്റീന റോസറ്റി ആണോ, സ്വൈൻബേൺ ആണോ, മോറിസ് ആണോ? ഇതിൽ ആരാണ് ഇതിലെ ലീഡർ? ആ ലീഡറിന്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്താലും നല്ല എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ, പക്ഷെ അപ് ടു ദ മാർക്ക് എന്ന് പറയുന്ന പോലെ അപ് ടു ദ പോയിന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതും കൂടെ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇദ്ദേഹത്തിന്റെ പേര്, പ്രീ റാഫലൈറ്റ് ഗ്രൂപ്പിന്റെ ഹെഡിന്റെ പേര് DG റോസറ്റി എന്നായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ പിന്നെയും ആൾക്കാരുണ്ടായിരുന്നു. സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് പോയിട്ട് നോക്കുക. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പേരുകളൊക്കെ അതിൽ അസോസിയേറ്റഡ് ആണോ എന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ എന്നും പറയുന്നത് പോലെ എല്ലാ ഉത്തരങ്ങളും പറഞ്ഞു തരാൻ ആഗ്രഹമില്ലായിട്ടല്ല, നിങ്ങൾ എന്തെങ്കിലും സ്വയം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയും നോളജ് പകർന്നു തരാമല്ലോ. ഓക്കെ. ഒരു വാതിൽ തുറന്നു വെക്കാം, ആ വാതിലിലൂടെ ഉള്ളിൽ കടക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അങ്ങനെയാണ് ഞാൻ വ്യത്യസ്തനായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അടുത്തതിലേക്ക് പോവാം. ഇദ്ദേഹത്തിനെ നിങ്ങൾക്കറിയാമോ? ഇദ്ദേഹം ഇത് തരുന്നതിൽ വേറൊരു ഉദ്ദേശം കൂടി പറഞ്ഞാൽ, ഞാൻ എന്റെ ബാക്കിയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ലേണർ എന്ന് പറഞ്ഞാൽ നമ്മൾ BEdൽ പറയുന്ന പോലെ വിഷ്വലി ഉണ്ടായിരിക്കാം, ഓഡിറ്ററി ഉണ്ടായിരിക്കാം, പല തരത്തിലുള്ള ലേണിംഗ് ഉണ്ടായിരിക്കും. ഇപ്പൊ ചിലർക്ക് ഇത് പറയുന്നത് പോലെ ചിത്രം കണ്ടിട്ടായിരിക്കും ഓർമ്മ വരിക. ഞാനൊക്കെ ചിത്രം കണ്ട് കുറച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും കൂടെ സഹായിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ചിത്രങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് വേറൊരു അർത്ഥത്തിൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോവൽ ഈസ് കോൾഡ് എ നോവൽ വിത്തൗട്ട് എ ഹീറോ? അപ്പൊ ഇദ്ദേഹമാണ് ആ നോവൽ എഴുതിയിട്ടുള്ളത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ് ആ നോവൽ? ഏതാണ് നോവലിനെ വിശേഷിപ്പിക്കുന്നത്? എ നോവൽ വിത്തൗട്ട് എ ഹീറോ എന്നുള്ളതാണ്. ആരാണ്, അല്ലെങ്കിൽ ആ നോവലിന്റെ പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇതിൽ ഏതാണ്? വാനിറ്റി ഫെയർ ആണോ, അല്ലെങ്കിൽ മില്ല് ഓൺ ദ ഫ്ലോസ് ആണോ, പിക് പേപ്പർ ആണോ, ഇതിൽ അല്ലെങ്കിൽ നോർത്ത് അബയാണോ? ഇതിൽ ഏതാണ് കൃത്യമായിട്ടുള്ള നോവൽ? നോവൽ വിത്തൗട്ട് എ ഹീറോ എന്ന് പറയുന്ന ടൈറ്റിലിൽ വന്ന നോവൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അധികം സമയം കളയാനില്ല. വാനിറ്റി ഫെയർ ആണ്. ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയാമോ? വില്യം മാക്പീസ് താക്കറെയാണ് ഇതിന്റെ എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ. അടുത്തതിലേക്ക് പോവാം. ജോർജ് എലിയറ്റ് വാസ് ദ പെൻ നെയിം ഓഫ്? അപ്പോ അതിൽ തന്നെ ഒരു ക്ലൂ ഞാൻ വേറൊരു തരത്തിൽ പറയുന്നുണ്ട്. ജോർജ് എലിയറ്റ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ഓക്കെ. ഒരു കാര്യം മാത്രമായിട്ട് പഠിക്കാതിരിക്കുക, റിലേറ്റ് ചെയ്ത് പഠിക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. ജോർജ് എലിയറ്റ് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേരാണ് ദ മില്ല് ഓൺ ദ ഫ്ലോസ്. പക്ഷേ ജോർജ് എലിയറ്റിന്റെ പെൻ നെയിം ആയിരുന്നു ഇത്. ഒറിജിനൽ നെയിം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നിങ്ങൾ സെറ്റിനൊക്കെ പഠിച്ചാലും, അല്ലെങ്കിൽ നെറ്റിന് പഠിച്ചാലും, അല്ലെങ്കിൽ കേട്ടറ്റ് 3ക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ പഠിച്ചാലും വളരെ വളരെ എളുപ്പമുള്ള ഒരു പേരാണ്. ഓക്കെ. എന്താണ് അവരുടെ പേര്? മേരി ആൻ ഇവാൻ എന്നുള്ളതാണ് ജോർജ് എലിയറ്റിന്റെ ഒറിജിനൽ പേര്. എന്നാൽ ഇവരെഴുതിയ വേറെ ഏതെങ്കിലും വർക്ക് നിങ്ങൾക്ക് അറിയാമോ? അതറിയെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടു.
കാരണം അതൊക്കെ അറിയേണ്ട ഒരു 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 നീഡ് നമുക്കിപ്പോൾ ഉണ്ട്. ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നല്ല രസമുണ്ടല്ലേ കാണാൻ? റൈറ്റ്. ടെന്നീസൺ വാസ് അപ്പോയിന്റഡ് ആസ് ദ പോയറ്റ് ലോറേറ്റ് ആഫ്റ്റർ ഡാഷ്. ഇദ്ദേഹം ആരാണ്? അപ്പോ പോയറ്റ് ലോറേറ്റ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ പ്രശസ്തനായിട്ടുള്ള കവിയായിരുന്ന ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ ആണ്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പോയറ്റ് ലോറിയേറ്റ് ആവുന്നുണ്ട്, അതായത് ആസ്ഥാന കവി എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് വരുന്നുണ്ട്. ആരുടെ പൊസിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ടെന്നീസൺ വരുന്നത്? ഇപ്പൊ നമ്മളുടെ ഇവിടുത്തെ ഒരു MLA മാറി അടുത്ത MLA വരുന്ന പോലെ ഏത് പോയറ്റിന് ശേഷമാണ് ടെന്നീസൺ പോയറ്റ് ലോറിയേറ്റ് ആയത് എന്നാണ് ചോദിക്കുന്നത്. വേർഡ്സ്വർത്ത് ആണോ, സതയാണോ, കോളറിഡ്ജ് ആണോ, ബ്രൗണിംഗ് ആണോ? ഈ സതയും വേർഡ്സ്വർത്തും തമ്മിലുള്ള ഒരു ബന്ധം എന്താന്ന് പറയാൻ പറ്റുമോ? ഇവരെന്ത് പേരിൽ അറിയപ്പെടുന്നതെന്ന് നിങ്ങൾ കമന്റിലിട്ടെ. അതിന്റെ കൂടെ ഒരാളും കൂടിയുണ്ട്, ത്രിമൂർത്തികൾ ആണ് ഇവര്. ഓക്കെ, റൊമാൻറ്റിക് പോയിന്റ് ആയിട്ടുള്ള ത്രിമൂർത്തികളാണ് ഈ വേർഡ്സ്വർത്തും സതയും. അതിന്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. അതാരാണെന്ന് നിങ്ങൾ കമന്റ് ഇടണം. റൈറ്റ്. അപ്പോ ആർക്ക് ശേഷമാണ് ടെന്നീസൺ പോയറ്റ് ലോറേറ്റ് ആയത്? വേർഡ്സ്വർത്തിന് ശേഷമാണ്. വേർഡ്സ്വർത്ത് റൊമാൻറ്റിക് പോയട്രീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്പോണ്ടേനിയസ് ഓവർഫ്ലോ എന്നൊക്കെ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് ഡെഫിനേഷൻ ഉണ്ട്, അത് പഠിച്ചു വെക്കണം. ഓക്കെ, എല്ലാം കൂടെ പറയാൻ ഒരു സമയമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലൈവ് ഒക്കെ നമുക്ക് പോവാം. എനിക്ക് താല്പര്യമാണ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കറക്റ്റ് ഒരു ഓഡിയൻസ് നിങ്ങളാന്ന് പുതിയ എന്റെ കുട്ടികൾ പറഞ്ഞു ഓൺലൈനിൽ തുടങ്ങണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിലേക്ക് മാറുന്നത്. റൈറ്റ്. എന്തായാലും നമുക്ക് പോവാം, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവരെ രണ്ടുപേരെ അറിയാമോ? ഇയാളെ നേരത്തെ കണ്ടില്ലേ, ടെന്നീസണെ? അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ളതാ. ഇൻ ഇൻ മെമ്മോറിയം ടെന്നീസൺ മോൺസ് ദ ഡെത്ത് ഓഫ്. ഇൻ മെമ്മോറിയം എന്ന് പറയുന്നത് ടെന്നീസന്റെ ഒരു കൃതിയാണ്. ഓക്കെ, അദ്ദേഹം എഴുതിയതാണ്. അതില് ഒരാളുടെ മരണത്തെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ടാണ് എഴുതുന്നത്. അത് ആരുടെ മരണത്തിൽ സങ്കടപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ടെന്നീസൺ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന കവിത എഴുതുന്നത് എന്നാണ് ചോദിക്കുന്നത്. കീറ്റ്സ് ആണോ, ട്യൂക്ലോ ആണോ, ലോർഡ് ബയർൺ ആണോ, ആർതർ ഹെൻറി ഹാലമാണോ? ആരുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് ടെന്നീസൺ എഴുതുന്നത്? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഓക്കെ, ആരാണ് അദ്ദേഹം? ആർതർ ഹെൻറി ഹലം ആയിരുന്നു ഈ ഇൻ മെമ്മോറിയത്തിൽ മരിച്ച അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം എഴുതപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. ഇയാളെ കണ്ടിട്ടുണ്ടോ? നമ്മളുടെ മറ്റേ ഇയാളുണ്ടല്ലോ, എന്താ പ്രശസ്തമായിട്ടുള്ള ഒരു വോൾവറിൻ ക്യാരക്ടർ ഇല്ലേ, പുള്ളിയുടെ മീശയും താടിയൊക്കെ ഉള്ള പോലെ ഇല്ലേ ഇയാളെ? റൈറ്റ്. എന്തായാലും ചോദ്യത്തിലേക്ക് പോവാം. ഹു ഡിഫൈൻസ് പോയട്രി ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് under the condition fixed for such a criticism by the laws of poetic truth and poetic beauty. പോയട്രി എന്ന് പറയുന്നത് ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ലൈഫിൽ എന്തുണ്ടാവുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു ക്രിറ്റിസിസം ആയിട്ട് നമുക്ക് പോയട്രി എടുക്കാമെന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ ചുള്ളിക്കാട് കഴിഞ്ഞ വർഷം നമ്മളുടെ മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിൽ എഴുതുന്ന ഒരു ഇതുണ്ടായിരുന്നു, ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, എഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മബലിയൊക്കെയാണ്. കാരണം അത്രയും ബുദ്ധിമുട്ടി വാക്കുകളെയൊക്കെ ഇങ്ങനെ എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ അതിന് അത്രയും എന്താ പറയുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്, പോയട്രി ഈസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ബെസ്റ്റ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഈ പറഞ്ഞത് ആരാ എന്നാണ് ചോദിക്കുന്നത്. ആ പറഞ്ഞ ആളുടെ ഫോട്ടോ ആണ് അവിടെ ഉള്ളത്. മാത്യു അർണോൾഡ് ആണോ, കോളറിഡ്ജ് ആണോ, വേർഡ്സ്വർത്ത് ആണോ, ഷെല്ലി ആണോ? ഇതിൽ ആരാണ് പറഞ്ഞത്? ഈ ആളാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ആരാ പറഞ്ഞതെന്ന് അല്ലെ. മാത്യു അർണോൾഡ് ആണ് പറയുന്നത്. അർണോൾഡ് പറയുന്നത് പോയട്രി ഇസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. ഇനി അർണോൾഡിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഏതാ മെത്തേഡ്? ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ടച്ച് സ്റ്റോൺ, ഉരകല്ല് എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ടച്ച് സ്റ്റോൺ അതെന്തിനു വേണ്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഇതാരാണെന്ന് അറിയാമോ? ക്രിസ്മസ് അപ്പൂപ്പനെ പോലെയുള്ള ഇയാളാ. ഹു ഇസ് ദ ഓഥർ ഓഫ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. 1857 ഓർമ്മ ശരിയാണെങ്കിൽ 1857 ഇറങ്ങിയ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ബുക്ക് എഴുതിയത് ആരാണ്? ഞാൻ അതിന്റെ വർഷം പോലും പറഞ്ഞു തന്നു. ചാൾസ് ഡാർവിൻ ആണോ, ലോർഡ് ടെന്നീസൺ ആണോ, മാത്യു ആർണോൾഡ് ആണോ, ചാൾസ് ഡിക്കൻസ് ആണോ? ആരാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയത്?
നമ്മളുടെ ഈ അസ്തിത്വവാദം അല്ലെങ്കിൽ എത്തിസം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ദൈവത്തിന് എതിര്, അങ്ങനത്തെയൊക്കെ ഒരു മൂവ്മെന്റിന് ഏറ്റവും കൂടുതൽ ഒരു ഊന്നൽ കൊടുത്ത് അല്ലെങ്കിൽ അതിനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന ഒരു എഴുത്താണ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത്. അത്രയും കാലം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇയാൾ വന്ന് പറഞ്ഞു അങ്ങനെയല്ല, നമ്മൾ പരിണമിച്ചുണ്ടായ ആൾക്കാരാണ്, അല്ലാതെ ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് പറയുന്ന അത്തീസ്റ്റിക് തോട്ട് മുന്നിലേക്ക് വെച്ച എഴുത്തുകാരനാണ് നമ്മളുടെ ചാൾസ് ഡാർവിൻ എന്ന് പറയുന്ന ഒറിജിൻ ഓഫ് സ്പീഷീസ് 1857 എഴുതിയ പുസ്തകം എഴുതിയ ആൾ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഫോം ഓഫ് ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ വിക്ടോറിയൻ ഏജ്? ഏറ്റവും എളുപ്പമുള്ള ഒരു ചോദ്യം. പ്രോസ് ആണോ, പോയട്രി ആണോ, നോവലാണോ, ഡ്രാമയാണോ? അധികം സമയം കളയണ്ടല്ലോ ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട്. നോവലാണ് വിക്ടോറിയൻ ഏജിൽ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടത്. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ചാൾസ് ഡിക്കൻസ്, എല്ലാവരും ആ ഒരു ഏജിൽ എഴുതിയിട്ടുള്ള ഒരാൾക്കാരാണ്. കുറേ വിമൻ റൈറ്റേഴ്സ് വരുന്ന ഒരു ഏജ് ആണ്. ഓക്കെ. അപ്പോൾ പ്രധാനപ്പെട്ട ഏജ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വിക്ടോറിയൻ ഏജ്. അതിൽ കൂടുതൽ നോവൽസ്, സോഷ്യലി ആൻഡ് പൊളിറ്റിക്കലി ഇത് പറയുന്ന കുറേ നോവൽസ് വരുന്ന ഒരു കാലമാണ് നമ്മളുടെ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. മാത്യു ആർണോൾഡ് ബിലോങ്സ് ടു, എളുപ്പമായല്ലോ. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഏജിൽ തന്നെ വന്നില്ലേ. അർണോൾഡിന്റെ ചിത്രം കാണിച്ചത് കൊണ്ടാണ് പിന്നെയും കാണിക്കാത്തത്. അർണോൾഡ് ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാ? വിക്ടോറിയൻ ആണോ, റൊമാൻറ്റിക് ആണോ, പ്യൂരിറ്റാൻ ആണോ, മോഡേൺ? ഏത് കാലഘട്ടത്തിലാണ് അർണോൾഡ് ഉണ്ടായിരുന്നത്? വിക്ടോറിയൻ ഏജില് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കവിതയുടെ പേര് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ വൈഫിന്റെ കൂടെ നിന്നിട്ട് നക്ഷത്രങ്ങളൊക്കെ എണ്ണി ഒരു ബീച്ചിന്റെ ഒക്കെ പേര് പറഞ്ഞ് എഴുതുന്ന ഒരു കവിതയുണ്ട്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിച്ച ഒരു കവിതയാ, മറന്നു പോകരുത്. മനുഷ്യരാശിയെ പറ്റി പറയുന്ന ഒരു കവിതയാ. ഏതാന്ന് മനസ്സിലായോ? അറിയെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ വിക്ടോറിയൻ ഏജ് കഴിഞ്ഞു. ഇനി ഇദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ട നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഫോട്ടോ ഇദ്ദേഹത്തിനെ കണ്ട ആൾക്കാരുണ്ടോ? ഇദ്ദേഹമാണ് പറഞ്ഞത്, ഗീവ് മീ എ ഗുഡ് മദർ, ഒരു നല്ല അമ്മയെ നിങ്ങൾ കാണിച്ചു തരൂ. ഐ വിൽ ഗീവ് യു എ ഗുഡ് നേഷൻ. ആ അമ്മയിൽ നിന്നുണ്ടാവുന്ന മകനിലൂടെ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു രാജ്യം പകർന്നു നൽകാം. അതായത് അമ്മമാരുടെ പ്രത്യേകത, അല്ലെങ്കിൽ അമ്മമാർ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു റോളാണ് സമൂഹത്തിൽ വഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അമ്മ എന്ന് പറയുന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോവൽ ഉണ്ട്. മദർ എന്നാണ് അതിന്റെ പേര്. അത് ആരെ എഴുതിയെന്നറിയാമോ? ഇത് ഈ ഒരു ചോദ്യത്തിൽ റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ട് ചോദിച്ചത്. ആ മദർ എന്ന് പറയുന്ന ഒരു ഒരു ഇതുണ്ട്, ഒരു നോവലുണ്ട്. ഒരു 450 പേജുള്ള നല്ല അസലൊരു നോവലാണ്. ഞാൻ വായിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇൻസ്പയർ ആകും അതൊക്കെ വായിച്ച്. അന്നത്തെ കാലഘട്ടമൊക്കെ നമ്മൾ കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോ അത് എഴുതിയത് ആരാ എന്നും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി ഇതിലേക്ക് വരാം. ആരാണ് ഈ ഒരു കോട്ട് പറഞ്ഞത്? ഹിറ്റ്ലർ ആണോ, ലിങ്കൺ ആണോ, നെപ്പോളിയൻ ആണോ? ഇതാരുമല്ലേ. അപ്പൊ അതിങ്ങ് വെട്ടിക്കളയാം, കാരണം ഒരാളുടെ ചിത്രം അവിടെ തന്നിട്ടുണ്ട് അല്ലേ. ആരാണ് ഗീവ് മീ എ ഗുഡ് മദർ, ഐ വിൽ ഗീവ് യു എ ഗുഡ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്? നെപ്പോളിയൻ ആണ്. നെപ്പോളിയൻ, മറന്നു പോരുത്. ഹായ്, നല്ല സുന്ദരിയായ വനിത. എന്ത് ചെയ്യും ജീവിതത്തിൽ എന്ന് നമ്മളൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് പോലെയാണ് അവരിയ്ക്കുന്നത്. പക്ഷെ അത് ഫോട്ടോ പോർട്രേറ്റ് ആയിരുന്നു. നമുക്ക് ഇവരെ കുറിച്ച് നോക്കാം. വിച്ച് ഓഫ് ദീസ് ഇംഗ്ലീഷ് ഓതേഴ്സ് വാസ് എ മെമ്പർ ഓഫ് ദ ബ്ലൂംസ്ബറി ഗ്രൂപ്പ്, a literary circle that rejected the Victorian taboos on religious, artistic, social and sexual matters? അപ്പോൾ ഒന്ന്, ഈ വനിത എന്ന് പറയുന്നത് ബ്ലൂംസ്ബറി ഗ്രൂപ്പിലുള്ള ഒരാളാണെന്ന് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ മനസ്സിലാക്കണം. ഇത് ആരാണെന്നാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പൊ ബ്ലൂംസ്ബറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്? വിക്ടോറിയൻ ഏജിന്റെ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. ഇനി വിക്ടോറിയൻ ഏജ് എന്തിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്? റിലീജിയസ് മൊറാലിറ്റി, ആർട്ടിസ്റ്റിക് മൊറാലിറ്റി, സോഷ്യൽ മൊറാലിറ്റി, സെക്ഷൽ മാറ്റേഴ്സിൽ മനുഷ്യൻ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളിൽ ടാബൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊക്കെ ചെയ്യാൻ പാടൂ എന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പൊ അതിനെയൊക്കെ എതിർത്ത ഒരാളാണ് ഈ ലേഡി എന്ന് പറയുന്നത്. ആ ലേഡി ബ്ലൂംസ്ബറി ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ആരാണ് ഈ ലേഡി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആരാണ്? വിർജീനിയ വൂൾഫ് ആണോ, ജോർജ് ഓർവെൽ ആണോ, ജോൺ ഫോൾസ് ആണോ, ഡി.എച്ച്. ലോറൻസ് ആണോ? എന്തൊരു മന്തപ്പ് പിടിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ. ഒരു സ്ത്രീയുടെ പേരും തരും, 3 ആണുങ്ങളുടെ പേരും തരും. അതുകൊണ്ട് തന്നെ ആരാണ്? വിർജീനിയ വൂൾഫ് ആണ് ഈ ഒരു ലേഡി എന്ന് പറയുന്നത്. ഓക്കെ. വിച്ച് അലഗോറിക്കൽ നോവൽ
by William Golding features a group of boys stranded on a ഡെസേർട്ട് ഐലൻഡ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ നിങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ഒരു നോവലായിരിക്കും. അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. റൈറ്റ്സ് ഓഫ് പാസേജ് ആണോ, ഡാർക്ക്നെസ് വിസിബിൾ ആണോ, ഫയർ ഡൗൺ ബിലോ ആണോ, ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ആണോ? ഈ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും വില്യം ഗോൾഡിംഗ് എഴുതിയത് ഏതാണ്. ഒരു കൂട്ടം കുട്ടികൾ ഒരു ഐലൻഡിൽ പെട്ടുപോയിട്ട് അവരിൽ എങ്ങനെയാണ് റിലീജിയസ് കാര്യങ്ങൾ വരുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ എന്നൊക്കെ പറയുന്ന ഒരു നോവലാണ് ഏത്, ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന വില്യം ഗോൾഡിങ്ങിന്റെ നോവൽ. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോവാം. വാട്ട് ഡു ജോർജ് ബെർണാഡ് ഷോ, വില്യം ബട്ട്ലർ ഈറ്റ്സ്, അതായത് WB ഈറ്റ്സ്, റുഡിയാർഡ് കിപ്ലിംഗ് ആൻഡ് വില്യം ഗോൾഡിംഗ് ഹാവ് ഇൻ കോമൺ? ഈ 4 പേർക്കും ഒരേപോലെ സിമിലാരിറ്റി ഉള്ളത് എന്തിലാണ്? ഇവരെല്ലാം ശബരിമല കയറി എന്നൊന്നും പറയരുത്, അതൊന്നും അല്ല. അപ്പോ ഓൾ ഓഫ് ദം റിസീവ്ഡ് ദ നോബൽ പ്രൈസ്, അതാണോ? ആലോചിക്കുക. ദേ വേർ മെമ്പേഴ്സ് ഓഫ് ദ ഫാബിയൻ സൊസൈറ്റി, എ ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ഇന്റലക്ച്വൽ മൂവ്മെന്റ്, അതാണോ? ദേ വേർ ഓൾ ബോൺ ഇൻ അയർലൻഡ്. ദേ വേർ ഓൾ ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിയാക്കാമായിരുന്നു. പക്ഷെ അയർലൻഡിലാണോ എന്നുള്ളത് സംശയമാണ്. ഒരാൾ ഇതിൽ അയർലൻഡിൽ ജനിച്ച ആളുണ്ട്, പക്ഷെ ബാക്കി എല്ലാവരും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഓൾ ഓഫ് ദം സെർവ്ഡ് ഇൻ വേൾഡ് വാർ 1. അപ്പൊ അവരുടെ ജനിച്ച വർഷം കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? എല്ലാവർക്കും ഇതിൽ നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ് എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരം. മറന്നു പോകരുത്, എല്ലാവർക്കും നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അവരുടെ നോബൽ പ്രൈസ് കിട്ടിയ വർഷം കൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ചോദിച്ചു കണ്ടിട്ടുണ്ട് പരീക്ഷകളിൽ. ഓക്കെ, അടുത്തത് നോക്കാം. വാട്ട് വാസ് അപ്ലൈഡ് ടു ദ ഗ്രൂപ്പ് ഓഫ് British playwrights and novelists from 1950s, which included John Osborne, John Bryan and Alan Sillitoe? ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേരാണിത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പേരിനെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത്. ഈ എഴുത്തുകാരെല്ലാം കൂടി അടങ്ങിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ബ്രിട്ടനിൽ. അതായത് ഓസ്ബോൺ, അതുപോലെ ബ്രെയിന്, സില്ലിറ്റോയ് എന്നൊക്കെ പറയുന്ന എഴുത്തുകാരെല്ലാം കൂടി അടങ്ങിയ ഈ ഒരു ഗ്രൂപ്പിനെ എന്ത് പേര് വെച്ചിട്ടാണ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബ്രിട്ടീഷ് പ്ലേ റൈറ്റ്സ്, അതായത് തിയേറ്റർ അല്ലെങ്കിൽ ഡ്രാമ എഴുതുന്ന ആൾക്കാരായിരുന്നു, നോവലിസ്റ്റുകളുമായിരുന്നു. ഇവരെന്ത് പേരിലാണ് അറിയപ്പെട്ടത്? ദ കൺഫേമിസ്റ്റ് എന്ന പേരിലാണോ, ദ ആംഗ്രി യങ് മെൻ എന്ന പേരിലാണോ, ദ റെബൽസ് എന്ന പേരിലാണോ, ദ ഡിസപ്പോയിന്റഡ് യങ് മെൻ എന്നുള്ള പേരിലാണോ ഉണ്ടായിരുന്നത്? ഏതാണ്? ജോൺ ഓസ്ബോണിനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം എഴുതിയ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നാടകമുണ്ട്, അതേതാണെന്ന് മനസ്സിലായോ? അപ്പൊ ഇവരടങ്ങിയ ഗ്രൂപ്പിന്റെ പേര് ദ ആംഗ്രി യങ് മെൻ എന്നുള്ളതാണ്, മറന്നു പോകരുത്. ഓക്കെ, ആരൊക്കെയാ? ജോൺ ഓസ്ബോൺ ഉണ്ട്, ജോൺ ബ്രെയിൻ ഉണ്ട്, അലൻ സിൽറ്റോയ് ഉണ്ട്. ഇനി സുന്ദരൻ, അടുത്ത സുന്ദരൻ, ഇംഗ്ലീഷ് സുന്ദരൻ അല്ലെങ്കിൽ അമേരിക്കൻ സുന്ദരൻ എന്നൊക്കെ പറയാം. റോബർട്ട് ബ്രൂക്ക്, അതാണ് ഇദ്ദേഹത്തിന്റെ പേര്. റോബർട്ട് ബ്രൂക്ക് റോട്ട് ഹിസ് പോയട്രി ഡ്യൂറിങ് വിച്ച് കോൺഫ്ലിക്റ്റ്? ഇയാൾ ഒരു ആർമി മാൻ ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പോ പട്ടാളത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോഴാണ് ഇയാൾ ഇരുന്ന് കവിത എഴുതിയത്. ഏത് വാറിന്റെ ഇടയിൽ ഇരുന്നിട്ടാണ് ഇയാൾ എഴുതിയത് എന്നാണ് ചോദിക്കുന്നത്. ബോയർ വാർ ആണോ, സെക്കൻഡ് വേൾഡ് വാർ ആണോ, കൊറിയൻ വാർ ആണോ, വേൾഡ് വാർ 1 ആണോ? നല്ല രസമാണല്ലേ. നല്ല ഒരു പോയറ്റും നല്ലൊരു ആർമി മാനും ആയിരുന്നു. അവിടെ യുദ്ധം നടക്കുന്നു, ഇവിടെ കവിത എഴുതുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നത് വേൾഡ് വാർ 1 പക്ഷെ നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. നല്ല ചെറിയ ചെറിയ നോവൽസ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ് ബ്രൂക്ക്. അതുപോലെ പോയട്രി എഴുതിയിട്ടുള്ള ആളാണ് ബ്രൂക്ക് എന്ന് പറയുന്നത്. അടുത്തത് നോക്കാം. ഇദ്ദേഹത്തിന് നിങ്ങൾ കണ്ടു പരിചയം ഉണ്ടായിരിക്കും. കണ്ടു പരിചയമില്ലെങ്കിൽ ഈ ഫോട്ടോ നല്ലോണം ഒന്ന് നോക്കി വെച്ചോ, ആവശ്യം വരും. ഹു റോട്ട് അബൌട്ട് ദ എഡ്ലിക് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ? പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു 8ൽ 9ൽ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും. +1 +2 പഠിക്കാൻ സാധ്യതയുണ്ട്. ഡിഗ്രിക്ക് എന്തായാലും പഠിക്കാനും സാധ്യതയുണ്ട്. ആരാണ് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ എന്ന് എഴുതിയത്? എനിക്ക് അങ്ങോട്ട് പോകണം, അവിടെ പോയിട്ട് ബീൻസ് നട്ട് വളർത്തണം എന്നൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോ? ആരാ അത്? ഡൈലൻ തോമസ് ആണോ, എസ്ര പൗണ്ട് ആണോ, WB ഈറ്റ്സ് ആണോ, E കമ്മിങ്സ് ആണോ? ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കമ്മിങ്സിന്റെ 2 ഇയും മറ്റേ സിയും എന്താണ് ചെറുതായിരിക്കുന്നതെന്ന്. എനിക്ക് ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ബാക്കി എല്ലാവരുടെയും വലിയ അക്ഷരമാണല്ലോ. അപ്പോ ഈ കണ്ണട വെച്ച ആളാരാ? WB ഈറ്റ്സ് ആണ്. പുള്ളിയാണ് ഐൽ ഓഫ് ഇന്നിസ്ഫ്രീ എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. ദ കേംബ്രിഡ്ജ് സ്കൂൾ റെഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഹു എമേർജ്ഡ് വെൻ. അപ്പൊ കേംബ്രിഡ്ജ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടാവുന്നുണ്ട്.
അത് എന്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് വന്നത് എന്നാണ്. 1900-കളിലാണോ, 1960-കളിലാണോ, 1920-കളിലാണോ, 1930-കളിലാണോ? അപ്പൊ ഇതിലുള്ള റൈറ്റേഴ്സ് അവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആരൊക്കെയാണ്? കാരണം ഇതില് ക്ലൂ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാനും ഒന്നും പറയാൻ പോകുന്നില്ല. ഇത് നിങ്ങൾക്കുള്ള പണിയാണ്. ഓക്കെ, നോക്കാം. 1960-കളിൽ വന്ന ഒരു ഗ്രൂപ്പാണ് ആര്? നമ്മുടെ ഈ കേംബ്രിഡ്ജ് സ്കൂളിലെ എഴുത്തുകാര്. ഓക്കെ. So of the following words describe the prevailing attitude of high modern literature. ഹൈ മോഡേൺ ലിറ്ററേച്ചറിനെ കണക്കാക്കുന്നതിൽ ഏത് വാക്കാണ് ഏറ്റവും നന്നായിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വാക്ക് ഏതാണ്? സ്കെപ്റ്റിക്കൽ ആണോ, അതോറിറ്റേറ്റീവ് ആണോ, ഇംപ്രഷനിസ്റ്റിക് ആണോ, എയും സിയുമാണോ? അപ്പോൾ ഹൈ മോഡേൺ ലിറ്ററേച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ബോത്ത് എ ആൻഡ് സി. അത് സ്കെപ്റ്റിക്കൽ ആണ്, കുറച്ചും കൂടെ ദുരൂഹമായ ഉള്ളിലേക്ക് നുഴഞ്ഞു നോക്കുന്ന തരത്തിലുള്ള സ്കെപ്റ്റിക്കൽ ആയ ഒരു കാര്യമായിട്ടാണ് ഹൈ മോഡേൺ ലിറ്ററേച്ചർ ഉള്ളത്. അതുപോലെ ഇംപ്രഷനിസം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇംപ്രഷനിസ്റ്റിക് ആയിട്ടുള്ള വർക്കുകളും വരുന്നതാണ് ഇവരുടെ. റൈറ്റ്, അടുത്തത് ഇവാൻ ഹോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതൊരു നോവലാണ്. അത് പിന്നീട് സിനിമയാക്കിയ പോസ്റ്ററാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൈറ്റേഴ്സ് റോട്ട് ഹിസ്റ്റോറിക്കൽ നോവൽസ്? അപ്പോൾ ഒരു ക്ലൂ ഞാൻ ആദ്യം തന്നു. ഇവാൻ ഹോ എന്ന് പറയുന്ന നോവൽ എഴുതിയ ആ ആള് ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. അങ്ങനെ വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെയാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. റൈറ്റ്, അപ്പൊ നോക്കാം. അപ്പോ നിങ്ങൾക്ക് ഉള്ള ക്ലൂ എന്ന് പറഞ്ഞാൽ ഇവാൻ ഹോ എഴുതിയ ആള് ആരാണ് ഇതെന്ന് കണ്ടെത്തണം. എന്നാ പിന്നെ നിങ്ങൾ ജയിച്ചു. ജെയിൻ ഓസ്റ്റിനും ചാർലറ്റ് ബ്രോന്റെ ആണോ? സർ വാൾട്ടർ സ്കോട്ട് ആൻഡ് മരിയ എഡ്ജ്വർത്ത് ആണോ? വില്യം വേർഡ്സ്വർത്തും കോളറിഡ്ജുമാണോ? മേരി ഷെല്ലിയും പി ബി ഷെല്ലിയും ആണോ? ആരാണ് ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതിയത്? നമ്മൾ മലയാളം ക്ലാസ്സിൽ ഒരു 2 ദിവസം മുന്നേ ഇട്ട ഒരു മലയാളം ക്ലാസ്സിൽ ഞാൻ മലയാളത്തിലെ വാൾട്ടർ സ്കോട്ട് ആര് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മലയാളം കേട്ടറ്റൊക്കെ എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മലയാളത്തിലെ ഇങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാർ ആര് എന്ന് പറയുന്ന ഒരു 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 ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മലയാളത്തിലെ വാൾട്ടർ സ്കോട്ട് ആര് എന്നുള്ള കാര്യം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സാർ വാൾട്ടർ സ്കോട്ടും അതുപോലെ മരിയ എഡ്ജ്വർത്തുമാണ് കൂടുതലായും ഹിസ്റ്റോറിക്കൽ നോവൽസ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാൾട്ടർ സ്കോട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ നോവലാണ് ഇവാൻ ഹോ എന്ന് പറയുന്നത്. ഈ കിടക്കുന്ന സുന്ദരൻ ആരാണാവോ? ഹു ഹാസ് ഡിഫൈൻഡ് പോയിട്രി ആസ് എ ഫണ്ടമെന്റൽ ക്രിയേറ്റീവ് ആക്ട് യൂസിങ് ലാംഗ്വേജസ്? അതെന്താ പറയുന്നത്? പോയിട്രി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയേറ്റീവ് ആക്ട് യൂസിങ് ലാംഗ്വേജ്. നിങ്ങൾ ലാംഗ്വേജ് ഉപയോഗിച്ച്, ഭാഷ ഉപയോഗിച്ച് അടിപൊളിയായി ക്രിയേറ്റീവ് ആയിട്ട് എഴുതുന്നതാണ് എന്ത്? പോയട്രി എന്ന് പറയുന്നത്. അങ്ങനെയായിരിക്കണം പോയട്രി എന്ന് ഡിഫൈൻ ചെയ്തത് ആരാണ്? HW ലോങ്ഫെല്ലോ ആണോ? എമേഴ്സൺ ആണോ? ഡിലൻ തോമസ് ആണോ? വേർഡ്സ്വർത്ത് ആണോ? ആരാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് പോയട്രീനെ ഡിഫൈൻ ചെയ്ത ആളെന്നാണ് ചോദിക്കുന്നത്. ഡിലൻ തോമസ് ആണ്. ഇനി ചോദിച്ചോട്ടെ, ഡിലൻ തോമസിന് ഒരു 4 അവാർഡ് കിട്ടുന്നുണ്ട്. അതെന്നാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതാണെന്ന് പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം. അപ്പൊ ഡിലൻ തോമസ് ആണ് പോയട്രീനെ ഫണ്ടമെന്റൽ ക്രിയേറ്റീവ് ആക്ട്, ക്രിയേറ്റീവ് ആണത്. ഓക്കെ, വെറുതെ ഇരുന്ന് ഇതാക്കി എഴുതാൻ പറ്റില്ല, ക്രിയേറ്റീവ് ആണ്. അത് ലാംഗ്വേജ് ഉപയോഗിച്ച് എഴുതുക വേണമെന്ന് പറഞ്ഞത് ആരാണ്? ഡിലൻ ആണ്. സസൂൺ ആൻഡ് ബ്രൂക്ക് wrote what kind of poetry? ഒരു 2 മിനിറ്റ് മുമ്പേ ഉള്ള ചോദ്യം നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ലൈറ്റ് വേഴ്സ് ആണോ? റൊമാൻറ്റിക് ആണോ? പൊളിറ്റിക്കൽ സറ്റയർ ആണോ? വാർ പോയംസ് ആണോ? റോബർട്ട് ബ്രൂക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു. അയാളുടെ കൂടെ സസൂൺ എന്ന് പറയുന്ന ഒരാളും കൂടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അവരെ എഴുതുന്ന പോയട്രി എവിടെ ഇരുന്നാ എഴുതിയെന്നാണ് ഞാൻ പറഞ്ഞത്. വാർ പോയംസ് ആണ്. വേൾഡ് വാർ 1 എഴുതിയ ആളാണ് ആര്? നമ്മളുടെ ഈ റോബർട്ട് ബ്രൂക്ക് എന്ന് പറയുന്ന ആള്. മറക്കരുത്. ഓക്കെ, 2 പേരെ കാണാനുണ്ടല്ലോ. നിങ്ങൾക്ക് ഒരു ക്ലൂ ആണിത്. ഭാര്യയും ഭർത്താവുമെന്ന് മനസ്സിലായി. അവിടെ ഒരു സാധനം കൂടി ഇരിപ്പുണ്ട്. അതെന്താന്ന് മനസ്സിലായോ? ആ സാധനം, ആ ഒരു പർട്ടിക്കുലർ തിങ്, അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ഈ ചോദ്യം പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റും.
ഇവരുടെ പേര് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയുന്നുണ്ടായിരിക്കും, ഞാൻ പറയുന്നില്ല, നോക്കാം. ടെഡ് ഹ്യൂഗ്സ് വാസ് മാരീഡ് ടു വിച്ച് അമേരിക്കൻ പോയറ്റസ്? അപ്പൊ ഈ നിൽക്കുന്ന ആളാരാ? അനിമൽ പോയറ്റ് എന്നറിയപ്പെടുന്ന ടെഡ് ഹ്യൂഗ്സ് ആണ്. അദ്ദേഹം കല്യാണം കഴിച്ച അമേരിക്കൻ പോയറ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഈ പോയറ്റും പോയറ്റസും ഇവിടെ നിൽപ്പുണ്ട്. ഈ പോയറ്റസ് എഴുതിയ ഒരു വർക്കിന്റെ പേരുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ആ തിങ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് മനസ്സിലായോ? ബെൽജാർ ആണ്. ബെൽജാർ. ബെല്ല് ജാറ്. അപ്പോ ഈ ബെൽജാർ എഴുതിയ സ്ത്രീ ആരാണ് എന്നതിൽ നോക്കിക്കേ. കരോളിൻ കൈസർ ആണോ, മേരി ഒലിവർ ആണോ, സിൽവിയ പ്ലാത്ത് ആണോ, മരിയൻ മൂർ ആണോ? ഇനി ബെൽജാർ അറിയില്ലെങ്കിലും ടെഡ് ഹ്യൂഗ്സ് ആരെയാണ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞാലും മതി, അത്രേ ആവശ്യമുള്ളൂ. എളുപ്പമാണ്. മനസ്സിലായോ ആരാണെന്ന്? ആരാണ്? 4 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് 4ാമത്തെ പ്രാവശ്യം കുഞ്ഞുങ്ങളെ അടച്ച് മുറിയിൽ അപ്പുറത്തേക്ക് മാറ്റി കിടന്ന് ഓവന്റെ ഉള്ളിൽ തലയിട്ട് മരിച്ച നമ്മളുടെ സിൽവിയ പ്ലാത്ത് ആണ് ഇതിന്റെ ആള്. ഓക്കെ, ടെഡ് ഹ്യൂഗ്സ് കല്യാണം കഴിച്ചത് സിൽവിയ പ്ലാത്തിനെ ആണ്. അപ്പൊ തൽക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. ബാക്കി ക്ലാസ്സുകളായിട്ട് വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. എനിക്ക് അതാണ് ഇഷ്ടം. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. കാണാത്ത വീഡിയോസ് ഉണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കാണാം. എന്തായാലും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കാൻ ശ്രമിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു.